ഒരു പ്രതീക്ഷയില്ലാതെ വന്ന മൂവിയാണ്. എങ്ങനെ കാണുമെന്ന് എങ്ങനെ ഉണ്ടാകുമെന്ന് ഒരു പ്രതീക്ഷയില്ല. അതിൻ്റെ ഡയറക്ടറാണോ ഒന്നും നോക്കാതെ വന്നൊരു മൂവിയാണ്. പക്ഷേ നല്ല പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം സൂപ്പറാണ് മൂവി. ഒരു നാച്ചുറലായിട്ടുള്ള മൂവി, വല്ല പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്നതാണെങ്കിൽ കൂടി നല്ല മനസ്സ് നിറഞ്ഞ ഒരു മൂവി തന്നെയാണ്. എല്ലാത്തരം പ്രേക്ഷകർക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അതായത് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സൂപ്പറായിട്ടുണ്ട്. പെർഫോമൻസ് സൂപ്പറാണ്. കാര്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് റിലീസ് മാറ്റി വെച്ച ഒരു മൂവി തന്നെയാണ്. ബട്ട് എന്തുകൊണ്ടത് മാറ്റി വെച്ചെന്ന് അറിയില്ല. നല്ല രീതിയിൽ ക്ലിക്കാവും. നമ്മൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു മൂവി തന്നെയാണ്. തീർച്ചയായിട്ടും മലയാളികളുടെ സ്വന്തം കൺമണിയായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. നല്ലൊരു വിഷയം, ലിജു തോമസ് എന്ന സംവിധായകൻ വളരെ നല്ലൊരു രചന. തീർച്ചയായിട്ടും ഓരോ ഫ്രെയിമുകളും അതിമനോഹരം. അഭിനയിച്ചിരിക്കുന്ന നടന്മാരായാലും നമ്മുടെ അർജുൻ അശോകനായാലും അതേപോലെ അനഘ നാരായണനായാലും മാലാ പാർവതി ചേച്ചി ആയാലും നവാസ് വള്ളിക്കുന്ന്, മൃദുൽ നായർ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ അഭിനയിച്ചിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പുതുമുഖങ്ങൾക്ക് അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും വളരെ മനോഹരമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും കുടുംബവുമൊത്ത് കാണാൻ പറ്റിയ 100% ഷുവർ ഉറപ്പ് തരുന്ന ഒരു നല്ലൊരു ചിത്രം തന്നെയാണ് അൺബോർഡ് കമ്പനി. സിനിമ അൺബോർഡ് കമ്പനി എന്താണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു നല്ലൊരു സിനിമയാണ്. കാരണം ശരിക്കും ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഇത്ര നാച്ചുറലായിട്ടുള്ള ഒരു സിനിമയാണ് കാണാൻ പറ്റുകയെന്ന് പ്രതീക്ഷിച്ചില്ല. വളരെ നാച്ചുറലായിട്ടുള്ള ഒരു സിനിമ. നമ്മൾ നാട്ടിൻപുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഒരു സബ്ജക്റ്റിന് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റാണ്. അത് രസകരമായിട്ട് സിനിമയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന സൊസൈറ്റിയിൽ നിന്നും അങ്ങനെ നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് അതിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നമുക്കറിയാവുന്ന ജനറലായിട്ടുള്ള ചോദ്യങ്ങളും അതിലൊരു ഫാമിലി എങ്ങനെ പ്രതികരിക്കും, വളരെ രസകരമായിട്ട് സിനിമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞവർക്ക് എന്താ പറയുക, ഇതൊരു അവരെ ഒരു ഫീലിങ്ങിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കും. കല്യാണം കഴിയാത്തവർക്കൊരു ക്ലാസ്സുമാണ്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി നടന്നവർക്ക് കൂടി ഈ സിനിമ ഒന്ന് കാണേണ്ടതാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ സൊസൈറ്റി നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത്, അതിനോട് നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു ക്ലാസ് എടുക്കുന്ന മോഡലിലല്ല, പക്ഷേ വളരെ റിലേറ്റബിളായിട്ട് സിനിമ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് വളരെ രസകരമായ ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ഫാമിലി എൻ്റർടൈനറാണ് സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സിനിമ. വെറുതെ നമ്മൾ സിനിമ ഇറങ്ങിയിട്ടാൽ കൊള്ളാം എന്ന് പറയുന്നത് അങ്ങനെയല്ല. സിനിമ നല്ല രസമുണ്ട്. എല്ലാവർക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്, ഒരു ദിവസമെങ്കിലും കുഞ്ഞുങ്ങളുണ്ടാവാതെ അല്ലെങ്കിൽ കുഞ്ഞ് പിറക്കാതെ പോകുന്നു എന്നൊക്കെ ആശങ്കയുള്ളവർക്ക് ശരിക്കും ഒരു മരുന്ന് കഴിക്കുന്ന പോലെ ആയിരിക്കും ഈ സിനിമ. അത്രയും സമാധാനം കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ. ഭയങ്കര റിലേറ്റബിൾ ആണ്. വളരെ റിലേറ്റബിൾ ആണ്. ഒരുപാട് പേർ, കുഞ്ഞുങ്ങളുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ റിലേറ്റബിൾ ആണ്. അതെ അതെ അതെ, ഒരുപാട് തരത്തിൽ ഭയങ്കര ഒരു അതാണ്. ഞാൻ ആ ഒരു ഡോക്യുമെൻ്ററി സ്വഭാവമൊക്കെ സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പം ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ജെന്യുവനായിട്ട് കൺസേൺ ഉണ്ടായിരുന്നു. ഞാൻ പല കാര്യങ്ങളെക്കുറിച്ചും ഡയറക്ടറുമായിട്ടും റൈറ്ററുമായിട്ടും തർക്കിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ സിനിമ വന്നപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം 100% മാറി. ഞാൻ അവർക്ക് രണ്ടുപേർക്ക് കൈ കൊടുത്തു. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനും കൂടെ പറയണം. എന്ന് വെച്ചാൽ ചെറിയ തരത്തിലുള്ള ആശങ്ക എന്നെ മാറി. സിനിമ വളരെ നന്നായി വന്നിട്ടുണ്ട്. സന്തോഷമുണ്ട്. എല്ലാവരുടെയും റെസ്പോൺസ് നല്ല റെസ്പോൺസാണ്. അപ്പോൾ ഇനിയും കുറേ ആൾക്കാർ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇതൊരു ചെറിയ സിനിമയാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് അവരുടെ അഭിപ്രായം അറിഞ്ഞാൽ കൂടുതൽ സന്തോഷം ഉണ്ടാവും. എല്ലാവരും പടം കാണണം. വെറൈറ്റി ആയിട്ടോ എനിക്ക് ഒരു തരത്തിലും അനഘ നാരായണൻ എന്നുള്ള എൻ്റെ ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടികളാവുക, ആ ഒരു ഇമോഷൻസ് ഒന്നും ഞാൻ ഇതുവരെ എൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വലിയൊരു ക്യാരക്ടറാണ് ചെയ്തു വെച്ചത്. അപ്പോൾ എനിക്ക് ആക്ച്വലി വലിയ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാലും എനിക്കും ചുറ്റുപാടിലുള്ള ഇതുപോലുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് അതൊക്കെ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ കുറേ ഹെൽപ്ഫുള്ളായിരുന്നു. ഇത് വേറെ തന്നെ ഒരു ജേണി ആയിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു മൊത്തം കല്യാണം കഴിഞ്ഞത് മുതൽ കുട്ടിയാവുന്ന വരെയുള്ള ഒരു സ്ത്രീയുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഈ ഒരു ക്യാരക്ടറിൻ്റെ ഇമോഷൻസൊക്കെ ഞാൻ സിനിമയുടെ മൊത്തത്തിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. മെസ്സേജാണ് ആക്ച്വലി. അതെ അതെ, ഞാനതിൽ ആക്ട് ചെയ്തതായിരുന്നു. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല റെസ്പോൺസാണ്. ഇപ്പോൾ തന്നെ വിധിച്ചു എന്ന് പറഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഒരു ഫാമിലി മൂവിയാണ്. നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടൻറ്റാണ്. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. താങ്ക് യു. ഇതിലാണെങ്കിൽ ഒരു 4 പിള്ളേരുടെ അമ്മയുള്ള
ക്യാരക്ടറിലേക്ക് മാറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞങ്ങൾക്ക് സ്റ്റോറി കംപ്ലീറ്റ് എങ്ങനെയാണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. അപ്പോൾ ഔട്ട് വന്നപ്പോഴാണ് ഇത്രയും നന്നായിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലായത്. എല്ലാവരും എന്ത് പറഞ്ഞു? അഭിപ്രായം നല്ല മൂവിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇതിൽ പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. വലിയൊരു വിഷയം സിമ്പിളായിട്ട് പറഞ്ഞു തരും. നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ വേണ്ടി പറ്റും. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും സിനിമ എന്താണെന്നുള്ളത്. അപ്പം ഞാനിതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ 2 പടം ഇന്ന് റിലീസാണ്. ഒന്ന് ഇത്, പിന്നെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഇത് ദിവസം റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണും. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും.